ദൈവം എന്ന് വെച്ചാൽ സ്വയംഭൂ, നിത്യനും, താൻ ആരാലും സൃഷ്ടിക്കപ്പെടാത്തവനും ആരാലും നിയന്ത്രിക്കാൻ പറ്റാത്തവനുമാണ്. ദൈവം എന്നത് പരിപൂർണനും ജ്ഞാനസമ്പൂർണനും നന്മ നിറഞ്ഞവനും സർവ്വചരാചരങ്ങളെയും ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനും അവയെ നിയന്ത്രിക്കുന്നവനുമാണ്. ലോകത്തിലെ പ്രധാനപ്പെട്ട മതങ്ങൾ 3 അവയാണ് ജൂതമതം, ക്രിസ്തുമതം, ഇസ്ലാം മതം. അതുകൂടാതെ ബഹായി വിശ്വാസം, ഹിന്ദുമതം, താവോയിസം, ബുദ്ധമതം, സിഖ് മതം, സ്ലാവിക്, നിയോ പഗനിസം, കെൽറ്റിക് ബഹുദൈവാരാധന, ഹീതനിസം, സെബറ്റിക്, നിയോ പഗനിസം, വിക്കെ മെറ്റനിസം, ഹെലനിസം, ഇറ്റലോ റോമൻ നിയോ പഗനിസം എന്നീ മതങ്ങളുമുണ്ട്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. എന്നാൽ ദൈവ സാന്നിധ്യം പലർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. കാറ്റിനെ നമുക്ക് കാണാൻ കഴിയില്ലല്ലോ, എന്നാൽ കാറ്റിനെ നമുക്ക് അനുഭവിക്കാൻ കഴിയും. അതുപോലെ തന്നെയാണ് ദൈവത്തെയും അറിയുന്നത്. ഇന്നത്തെ കാലത്ത് സയൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് പലരുടെയും ദൈവവിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു അണു അല്ലെങ്കിൽ ഒരു മോളിക്യൂൾ അല്ലെങ്കിൽ ആറ്റം, അതുമുതൽ കടലിലെ നീലത്തിമിംഗലത്തെ വരെ നോക്കിയാൽ അവിടെ ദൈവത്തിന്റെ അതിശയ പ്രവർത്തനത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മനുഷ്യചരിത്രത്തെ തന്നെ നോക്കിയാൽ ഒരു അണ്ടവും ബീജവും തമ്മിൽ സംയോജിച്ച് കണ്ണിന്റെ സ്ഥാനത്ത് കണ്ണും ചുണ്ടിന്റെ സ്ഥാനത്ത് ചുണ്ടും, കൂടാതെ ശരത്തിനുള്ളിലെ അവയവങ്ങളുടെ ക്രമീകരണവും, എന്തിനേറെ പറയുന്നു, കോടാനുകൂടി ജനങ്ങൾ ഭൂമിയിൽ നിന്ന് മൺമറിഞ്ഞു പോയെങ്കിലും ഒരാളുടെ വിരളയാടമോ അയാളുടെ ചിന്താഗതികളോ അയാളുടെ കണ്ണിന്റെ റെറ്റിനയുടെ സവിശേഷതകളോ അങ്ങനെ എന്തെങ്കിലും മറ്റുള്ളവരെ പോലെ സാമ്യമുള്ളതായി കണ്ടിട്ടില്ല. സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നു, ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുന്നുവെന്ന്. അബോധാവസ്ഥയിലാണെങ്കിൽ പോലും മനുഷ്യനറിയാതെ തന്നെ ഒരേ താളക്രമത്തിൽ നാഡീവ്യൂഹങ്ങളും ദഹന രക്തചംക്രമണങ്ങളും അതിന്റെ വ്യൂഹവും അതത് സ്ഥാനത്ത് ചലിപ്പിക്കുന്നത് ഏത് ശക്തിയാവാം? മനുഷ്യനെ കൂടാതെയുള്ള ജീവജാലങ്ങളും എന്തിന് ചെറിയ പുൽനാമ്പ് പോലും അതതിന്റെ പ്രകൃതിയുടെ പൊരുത്തപ്പെടലിൽ കൂടെ ആയിത്തീർന്നതിന്റെ കാരണം എന്തായിരിക്കും? ആരായിരിക്കും ഇവയൊക്കെ നിയന്ത്രിക്കുന്നത്? ഭൂമിയുടെ അച്ചുതണ്ടിന്മേലുള്ള കറക്കം, അതൊന്ന് നിലച്ചുപോയുള്ള അവസ്ഥ, സൂര്യനെയും ചന്ദ്രനെയും മറ്റു നക്ഷത്ര സമൂഹത്തെയും കുറിച്ച് ഓർത്താൽ തന്നെ കൃത്യമായ സൗരോർജവും മഴയും മഞ്ഞും രാത്രിയും പകലും ശ്വസിക്കാൻ വേണ്ട ഓക്സിജനും വെള്ളവും കൃത്യമായ അളവിൽ തന്നെ ഒരു സൈക്കിൾ പോലെ നിയന്ത്രിക്കുന്നത് ആരായിരിക്കും? ഭൂമിയെയും ജീവജാലങ്ങളെ സൃഷ്ടിച്ചപ്പോൾ അവയ്ക്ക് വേണ്ടുന്ന മരുന്നുകളും ദൈവം ഭൂമിയിൽ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ടെന്ന് ആർക്കൊക്കെ അറിയാം? എത്ര നിരീശ്വരന്മാരും എത്ര ഭൗതികവാദികളും എന്തെല്ലാം ആശയങ്ങളും സിദ്ധാന്തങ്ങളും നിർത്തിവെച്ചാലും അവരുടെയൊക്കെയും വാദങ്ങളെ നിഷ്ഫലമാക്കുന്ന എത്രയോ നിഗൂഢമാണ് ഈ പ്രപഞ്ചം. ബൈബിൾ പറയുന്നു, ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നുവെന്ന്. വിശാലമായ ആകാശത്തിലേക്ക് നോക്കി ഒരു നായ് കുരയ്ക്കുന്നതിന് സമമാണ് വെറും ക്രമീകരണനായ മനുഷ്യൻ. മുകളിലേക്ക് എടുക്കുന്ന ശ്വാസം താഴേക്ക് വിടാൻ കഴിയുമോ എന്ന് ഉറപ്പില്ലാത്ത വെറും നിസ്സാര ജീവി. ദൈവം എന്നത് ഇറ്റേണൽ എക്സിസ്റ്റിംഗ് വൺ, അതായത് ആദിയും അന്തവുമില്ലാത്തവൻ, പുരുഷനും സ്ത്രീയുമല്ലാത്തവൻ. എന്നാൽ ബൈബിൾ പറയുന്നു, സ്വന്തം സാദൃശ്യത്തിലാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതെന്ന്. ഓംനിപൊട്ടന്റ്, ഓംനിസെന്റ്, ഓംനിപ്രസന്റ്. ഓംനിപൊട്ടന്റ് എന്ന് വെച്ചാൽ സർവശക്തൻ. ഓംനിസെന്റോ സർവജ്ഞൻ, അതായത് സർവ്വതും അറിയുന്നത്. ഓംനിപ്രസന്റ് സർവവ്യാപി, അതാണ് അതിന്റെ അർത്ഥം. ശിലായുഗത്തിൽ പോലും ദൈവത്തെ മനുഷ്യൻ അന്വേഷിച്ചിരുന്നു. തന്നേക്കാൾ ശക്തിയുള്ളവരെ അവർ ദൈവമായിട്ട് ആരാധിച്ചിരുന്നു. അത് സൂര്യനോ ചന്ദ്രനോ പ്രകൃതിയോ കാറ്റോ കടലോ ഒക്കെയായിരുന്നു. ദൈവത്തെ ആർക്കും കാണാൻ കഴിയുന്നതല്ല. ദൈവം ആത്മാവാണ്. ഉൽപ്പത്തി 17:1 ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി എന്ന് പറയുന്നു. മനുഷ്യൻ ദൈവത്തിന്റെ പ്രതിമ ഉണ്ടാക്കണമെന്ന ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് താൻ ആർക്കും പ്രത്യക്ഷനാകുന്നത്. കാരണം
കേവലം മനുഷ്യനിർമ്മിതമായ പ്രതിമയിൽ ഒതുങ്ങേണ്ടവനല്ല ദൈവം. യഹോവയ്ക്ക് ദൈവം എന്ന് പേർ വിളിച്ചത് ഹാഗറാണ്. എബ്രായ ബൈബിളിൽ അത് കാണുന്നുണ്ട്. ഉൽപ്പത്തി 16:13 നമുക്കത് കാണാൻ കഴിയും. ദൈവത്തിന് യാഹ്വേ അല്ലെങ്കിൽ യഹോവ എന്നതുകൂടാതെ ഏലോഹി, എൽ ശദായി എന്നും അഡോനായ് എന്നും വിളിച്ചിരുന്നു. അപ്പോൾ ദൈവം എന്താണ്? ദൈവത്തെ സ്നേഹിക്കുകയും ഭയപ്പെടുകയും ബഹുമാനിക്കുകയും നമ്മളുടെ പിതാവായി കാണണമെന്നും മനസ്സിലായി കാണുമല്ലോ. ഇനി ശേഷം അടുത്ത ക്ലാസ്സിൽ